ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രചരണപരമായും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തിയൊക്കെയുള്ള കാര്യങ്ങളാണിപ്പോൾ കഴിഞ്ഞത്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സഖാവ് എം സ്വരാജിനെ നമ്മൾ നിശ്ചയിച്ചപ്പോൾ തന്നെ നല്ല സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ ഒന്നടങ്കം LDF തീരുമാനത്തോട് നല്ല നിലയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. പ്രചരണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിലമ്പൂരിൽ സ്വരാജ് വന്നപ്പോൾ തന്നെ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ ബഹുജന പ്രകടനങ്ങൾ നടന്നു. നിലമ്പൂർ നഗരത്തിൽ സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ വലിയ ഒരു സ്വീകരണമാണ് കൊടുത്തത്. സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തുടക്കം കുറിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തന്നെ പങ്കാളിത്തത്തോടു കൂടി ഇവിടെ നമ്മൾ നടത്തുകയുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായാണ് ഇത്തരം വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയും ജനകീയ സ്വീകാര്യതയോടു കൂടിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം നടത്തിയിട്ടുണ്ടാവും. ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളും ആദ്യാവസാനം പരിപാടിയുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ കേട്ട് വലിയ ആവേശ അന്തരീക്ഷത്തിൽ സ്വരാജിൻ്റെ വിജയം സുനിശ്ചിതമാക്കും എന്ന പ്രത്യാശയോട് നീതി പുലർത്തിക്കൊണ്ടാണ് പങ്കാളിത്തം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും UDFനെ ഇത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അവർ നേരത്തെ ചോദിച്ചിരുന്നത് എവിടെ CPM സ്ഥാനാർത്ഥി എന്നായിരുന്നു, ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നപ്പോൾ അവർ വല്ലാണ്ട് വിഷമിച്ചു പോയി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അൻവറിനെ അവർ അടർത്തിയെടുത്തിരുന്നു. മുൻ MLA രാജിവെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും അവരെല്ലാം ഒരുമിച്ച് അതൊരു ഗൂഢാലോചനയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. UDF ആണ് വലിയ വാഗ്ദാനങ്ങൾ നൽകി ഇതിനു മുമ്പുള്ള MLA കൊണ്ടുപോയതെന്ന് എല്ലാവർക്കും അറിയാം. നിലമ്പൂരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് UDF സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് സംസ്ഥാനത്തിലെ എല്ലാ UDF നേതാക്കളുടെയും സാന്നിധ്യത്തിൽ അൻവറിനെ സ്വീകരിച്ചതുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ UDF അദ്ദേഹത്തെ തെരുവിലാക്കുന്ന സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. UDFൻ്റെ അവസരവാദ സ്വഭാവത്തിൻ്റെ ആളെപ്പറ്റിക്കുന്ന സ്വഭാവത്തിൻ്റെയും ഒരു ഉദാഹരണമായിട്ട് അത് മാറുകയും ചെയ്തു. അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ UDF കുറച്ച് പിറകോട്ട് പോകുന്ന സാഹചര്യമാണ് അതുവഴി ഉണ്ടായത്. അപ്പോൾ UDF പ്രതീക്ഷിച്ച രൂപത്തിലല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിന് നല്ല ആത്മവിശ്വാസം, നല്ല മുന്നേറ്റം, ഇടതുപക്ഷത്തിന് പൊതുവെ വിജയസാധ്യത,
യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായി കാര്യങ്ങൾ നീങ്ങുക. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തി യു ഡി എഫിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് അസംതൃപ്തരുടെ ഒരു കേന്ദ്രമാണ് യു ഡി എഫ്. അത് നിലമ്പൂരിലായാലും കേരളത്തിലായാലും അതുതന്നെയാണ് സ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ആ നിലയിൽ യു ഡി എഫിന് എതിരായ ഘടകങ്ങളാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.